ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാറ്ററിംഗ് സ്റ്റൈൽ വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കല്യാണ വീടുകളിലൊക്കെ കിട്ടുമ്പോഴത്തെയാണ്, ഈസി ആയിട്ടുള്ള വേയിൽ. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് പുലാവിന് നല്ലത്. അത് നന്നായിട്ട് വെള്ളം ക്ലിയർ ആവുന്നത് വരെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് വെക്കണം. ആ നേരം കൊണ്ട് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വെള്ളം വാർന്നു പോകാനായിട്ടേ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിപ്പിൽ വെച്ചിരുന്ന അരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു 1/4 വേവ് വേകണം. അപ്പം നമുക്ക് നോക്കാം. ഇതുപോലെ 1/4 വേവ് വെന്താൽ മതി, ഫുൾ വേകണ്ട. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുത്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ. ഇതിനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തലേ ദിവസമേ ഇതുപോലെ അരി വേവിച്ച് ഊറ്റി ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു പാത്രത്തിലാക്കി വെച്ചാൽ മതി. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് കെട്ടാനായിട്ട് എളുപ്പം പറ്റും. ഇത് അരി വെന്ത് കിട്ടുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൂടെ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളങ്ങനെ ഒന്ന് അരി തലേ ദിവസമേ വേവിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാവിലത്തെ തിരക്ക് കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ അരിയെല്ലാം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവോള, ഒരു ക്യാരറ്റ്, ചെറിയ 2 സാമ്പാർ മുളക്, അത് നമ്മുടെ ഇവിടെയൊക്കെ തൊണ്ടൻ മുളകെന്ന് പറയും, പിന്നെ ബീൻസ്, ഇത്രയാണ് വേണ്ടത്. പിന്നെ തൊണ്ടൻ മുളക് എന്തായാലും ഇടണം കേട്ടോ. അതാണ് നമുക്ക് കാറ്ററിംഗ് സ്റ്റൈൽ ആ പുലാവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തരുന്നത്. അപ്പം നമുക്കിതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് പാർട്ടിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇച്ചിരി വലിയ പീസസ് ആയിട്ടാണ്. സവാളയൊക്കെ ഈ ഒരു വലുപ്പത്തിൽ, ബീൻസും ഇതുപോലെ, ക്യാരറ്റും വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാമ്പാർ മുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് നോക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ നമ്മുടെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുതേ. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയതുണ്ട് പട്ട, പിന്നെ നമ്മുടെ ജാതിപത്രി, സ്റ്റാർ അനീസിലെ അതിൻ്റെ 2 ഇത് പൊട്ടിച്ചത്, പിന്നെ നമ്മുടെ ബേ ലീഫ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ആ പച്ചമണം ഒന്ന് മാറട്ടെ. മാറിയതിന് ശേഷം നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വാടി വരണം. അപ്പോൾ നന്നായിട്ട് സവോള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പുതിനയില ഒരു 4 എണ്ണവും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണമെന്നില്ല. ആ ഒരു കടിക്കുമ്പോൾ ഉള്ള ആ ഒരു ക്രിസ്പിനെസ് അത് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ആ കാറ്ററിംഗ് സ്റ്റൈലിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോ എന്നുള്ളത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ക്യാരറ്റാണല്ലോ ഇച്ചിരി വലിയ പീസസും വേകാൻ പാടുള്ളതും. അപ്പോൾ ഇവിടെ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വടിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. നമ്മുടെ പുലാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കുടഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ ആ മിക്സ് നമ്മുടെ അരിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോറിങ്ങനെ അടിയിൽ നിന്ന് കോരിയിട്ട് മുകളിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറിയൊക്കെ ഇളക്കും പോലെ കുത്തി ഇളക്കരുത്, എങ്കിൽ നമ്മൾ ചോറ് ഫുള്ള് ഉടഞ്ഞു പോവും. ഇപ്പം മതി, നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തൊഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മതി, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ പുലാവിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ എല്ലാവരും കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വെജിറ്റബിൾ പുലാവ്, അത് കല്യാണ വീടുകളിൽ കിട്ടുന്ന കാറ്ററിംഗ് സ്റ്റൈൽ പുലാവാണ്. ഇത് കണ്ടല്ലോ എന്ത് എളുപ്പമാണെന്ന്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.